NCP കേരള ഘടകം പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഔദ്യോഗിക പക്ഷമായി NCP UDFിലേക്ക് ചേക്കേറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. വീണ്ടും മാണി സി കാപ്പന് NCPയുടെ എല്ലാ രീതിയിലുള്ള പിന്തുണയും ലഭിക്കുമാറാകുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തേക്ക് പോയ AK ശശീന്ദ്രന് കിടിലൻ ഒരു പണിയാണ് ഇപ്പോൾ ശരത് പവാർ കൊടുത്തിരിക്കുന്നത്. ശരത് പവാർ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടുകൂടി മാണി സി കാപ്പന് ശരത് പവാറിൻ്റെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹവും കിട്ടിയിരിക്കുന്നു എന്നുള്ളതും സത്യമാണ്. പാലായിൽ അടുത്ത തവണ മാണി സി കാപ്പൻ ശരത് പവാറിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നുള്ളതും യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം അവിടെ NCP എന്ന് പറയുന്നത് ഏറ്റവും പ്രബലമായ പാർട്ടികളിൽ ഒന്നാണ്. അവിടെ NCP രണ്ടായി പിളർന്നിരുന്നു. അജിത് പവാർ സഖ്യത്തിന് ഔദ്യോഗിക ചിഹ്നവും പദവിയും എല്ലാം ലഭിച്ചെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനവും അദ്ദേഹത്തിനില്ല എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി മനസ്സിലായ കാര്യമാണ്. എന്നാൽ ശരത് പവാറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രത്യേകമായി ഒരു വിഭാഗമുണ്ടായെങ്കിൽ പോലും അദ്ദേഹത്തിന് തന്നെയാണ് 8 ലോക്സഭാ സീറ്റും കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചത്. തീർച്ചയായും കേരള ഘടകത്തിൽ ഔദ്യോഗിക വിഭാഗം UDFിൻ്റെ കൂടെ നിൽക്കേണ്ടത്, അതായത് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് ശരത് പവാർ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾ ഇപ്പോൾ ശശീന്ദ്രന് പ്രതികൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ശശീന്ദ്രനാകട്ടെ ഇപ്പോൾ നിലവിൽ പിണറായി മന്ത്രിസഭയിലെ മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനും താല്പര്യമില്ല. എന്നാൽ ശശീന്ദ്രൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാട് അത് NCPയോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന് തോമസ് കെ തോമസും അതുപോലെ തന്നെ നിരവധി NCP നേതാക്കളും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, രാഷ്ട്രീയപരമായി മാണി സി കാപ്പന് പാലായിൽ ഉള്ള ഹൈപ്പ് എന്തുമാത്രം വലുതാണ് എന്നുള്ളത്. NCPയുടെ ഉന്നമനത്തിന് മധ്യ തിരുവിതാംകൂർ വലിയ പ്രസക്തിയുള്ള സ്ഥലമാണ്. മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൻ്റെ ഈറ്റില്ലം എന്നത് പാലാ തന്നെയാണ്. ആ പാലായിൽ തീർച്ചയായും മാണി സി കാപ്പൻ വിജയിച്ചുവെങ്കിൽ NCPയുടെ ഗ്രിപ്പ് അത്രത്തോളം വളർത്തിയെടുക്കാൻ മാണി സി കാപ്പൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ തീർച്ചയായും കുലംകുത്തികളാണ് എന്ന് കേരളത്തിലെ NCP ഘടകത്തിൽ വിമത നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ ആലോചിക്കുന്നു എന്നും ഒരു വിഭാഗം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. NCPയിൽ പിളർപ്പും പൊട്ടലും ചീറ്റലും തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. എന്നിട്ടും ശശീന്ദ്രൻ ഒന്നും സംഭവിക്കാത്തതുപോലെ ആണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷേ ഇനി അത് നടക്കില്ല. UDFിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ശശീന്ദ്രന് മാത്രമല്ല പലർക്കും വലിയ നഷ്ടങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കാൻ പോവുക.